നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ 4ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഈ 4ാമത്തെ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സമാന്തര ശ്രേണിയിൽ ഒരു സംഖ്യ തന്നിട്ട് ഒരു ടേം തന്നിട്ട് അതിൽ ടേം ആണോ അല്ലയോ എന്ന് ചോദിക്കും. ഓക്കെയാണേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. 13, 24, 35 എക്സെട്ര എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണി. ആ സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ? അപ്പം ഈ 101 ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 13, 24, 35. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് 101 ഒരു പദമാണോ അല്ലയോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എന്ത് ചെയ്താലും അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കേസ് നമ്മൾ എഴുതുമ്പോഴത്തേക്കും ആദ്യം അരിത്മെറ്റിക് സീക്വൻസ് അങ്ങോട്ട് എടുത്ത് എഴുതുക. അവൻ്റെ ആരെഴുതണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡി സമം 24 മൈനസ് 13. അപ്പോൾ 24 മൈനസ് 13 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആൻസർ 11 ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി കിട്ടിയാലോ? കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് 101 ഒരു പദമാണോ അല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 101 ഒരു പദമാണോ അല്ലയോ എന്നല്ല ചോദ്യം. ഈ 101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാം പദമാണ്, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെയാണേ. അപ്പോൾ ഈ എന്നാം പദം മൈനസ് അതിനെ ഞാൻ എക്സ് എൻ എന്നുണ്ട്. ആദ്യ പദം ഭാഗം ഡി, ഇത്രയും ചെയ്താൽ മതി. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന എക്സ് എൻ മൈനസ് എക്സ് വൺ ഉണ്ടല്ലോ, അതിനെ പൊതുവ്യത്യാസം കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ സാധിച്ചാൽ ആ പറയുന്ന ടേം ഇതിലെ ഒരു പദമാണ്. ഓക്കെ, ആ എക്സ് എൻ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? കണ്ടുപിടിക്കാനുള്ളത് ആരാണോ ഇതിൽ പദമാകേണ്ടത് അവനല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് എൻ പദമാണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ എക്സ് എൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ 101. ഓക്കെയാണേ. എക്സ് വൺ എന്നത് ആരാണടാ? 13. എക്സ് വൺ എന്നത് 13. ഡി എന്നത് എത്ര? 11. നമ്മൾ സ്കൂളിൽ നമ്മൾ ഈ പറഞ്ഞ എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി എന്നത് ചെയ്ത് വെക്കരുത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമുക്കുള്ള ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ആൻസർ ഷീറ്റിൻ്റെ സൈഡിലോ വെക്കണം. ഇനി നമ്മളെന്താണ് ഇതിലെന്താണ് പദമാണോ അല്ലയോ എന്നല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കേസ്, അപ്പോൾ എക്സ് എന്നിന് പകരം എത്ര? 101 മൈനസ് എക്സ് വണ്ണിന് പകരം എത്ര? 13 ഭാഗം ഡി എത്ര? 11. 101 മൈനസ് 13 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര? 1, 8, 88 ഭാഗം 11. 88നെ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുള്ളൂ കംപ്ലീറ്റ് ആയിട്ട്, അതായത് റിമൈൻഡർ ശിഷ്ടം 0 വരുമല്ലോ. അപ്പോൾ നമുക്ക് ഉത്തരം വന്നു 8 വന്നു. ഓക്കെയാണേ. 8 വന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാം 100 എന്താണ്? ഒരു പദമാണ്, ഒരു ടേമാണ്. ശരിയാണേ. ഇനി നമ്മുടെ അടുത്ത് ചോദിക്കാം, ഈ 101 എത്രാമത്തെ പദമാണ്? ഓക്കെയാണേ. അപ്പോൾ നമ്മളത് പരീക്ഷിക്കുക 101 എത്രാമത്തെ പദമാണെന്ന് കൂടെ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മളിവിടുന്ന് നിശേഷം ഹരിക്കാൻ സാധിച്ചില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിച്ചില്ലേ, ആ കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ 1 കൂട്ടി വെച്ചാൽ മതി. അപ്പം 101 എന്നത് ഈ സമാന്തര ശ്രേണിയിൽ എത്രാമത്തെ പദമാണ്? 9ാമത്തെ പദമാണ്. എത്രാമത്തെ പദമാണ്? 9ാമത്തെ പദമാണ്. സിമ്പിളായിട്ട് ചെയ്തുകൂടെ? അപ്പം ഇതേ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഉണ്ട്. 1001 ഒരു പദമാകുമോ അല്ലയോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു നമ്മൾ? 13, 24, 35 എക്സെട്ര. എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് എഴുതാൻ മറക്കരുത്. ഇവിടെയും ഡി സമയം എത്ര? 24 മൈനസ് 13. ആൻസർ എത്ര വരും? 11 വരും. ഇനി ഇവിടുത്തെ എക്സ് എൻ, അതായത് നമുക്ക് ആരാണോ പദമാകേണ്ടത് അവനാണെന്ത്? എക്സ് എൻ 1001 അല്ലേ. എക്സ് വൺ ആദ്യ പദം ആര്? 13 അല്ലേ. ഡി എത്ര? 11 അല്ലേ. ഇത് നമ്മൾ മാത്രം പഠിച്ചു വയ്ക്കേണ്ട സാധനമാണ് കേട്ടോ, നമ്മൾ അറിഞ്ഞു വെച്ചേക്കേണ്ട സാധനമാണ് ഇത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കുള്ള ഈക്വേഷൻ ഏതാണ്? നമ്മുടെ മനസ്സിൽ വേണം ഈക്വേഷൻ വരെ. എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി. ഓക്കെ, എക്സ് എൻ എത്രയടാ? 1001 മൈനസ് 13 ഭാഗം 11. നമ്മൾ താണ്ടെ ഇവിടെ മുതലേ ചെയ്യാവുള്ളൂ കേട്ടോ. 1001 മൈനസ് 13 ഭാഗം 11 ഇവിടെ മുതലേ നമ്മുടെ പേപ്പറിൽ കാണാവും. അപ്പോൾ 1001 മൈനസ് 13 ചെയ്താൽ എത്ര? അത് 998 ഭാഗം 11 വരും. അപ്പോൾ ഈ 998 ഭാഗം 11 നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാലോ. 998 ഭാഗം 11. ഓക്കെ, അത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കെന്താണ്? 999 0 8 താത്തിറക്കണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു 0 ഇട്ടു. ഇനി എന്താണ്? അടങ്ങത്തില്ലേ. അപ്പോൾ വീണ്ടും ഒരു 0 കൊടുത്തു. 80 ഇട്ടു. അപ്പോൾ ഇവിടെ നിശേഷം ഹരിക്കാൻ സാധിക്കുമോ? നിശേഷം ഹരിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം?
1001 ഇതിലൊരു പദമല്ല, ഇതിലൊരു പദം അല്ല. ഇനി നമ്മുടെ ചോദ്യങ്ങൾ നോക്ക്. ഈ തന്നിരിക്കുന്നതിൽ, അതായത് സീക്വൻസ് ഇവിടെയാണ്, ഈ തന്നിരിക്കുന്നതാണ് സമാന്തര ശ്രേണി. ഓക്കെയാണേ. ഇതിൽ ഈ 123 ഒരു പദമാകുമോ, 132 ഒരു പദമാകുമോ അല്ലയോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാടാ? 11, 22, 33 എക്സെട്ര എന്ന സമാന്തര ശ്രേണി. ആ സമാന്തര ശ്രേണിയുടെ ഡി എത്രയെന്ന് വെച്ചാൽ എത്ര? ഡി 22 - 11. ആൻസർ എത്ര വരും? 11 വന്നു. അവിടുത്തെ ആദ്യത്തേത് ആരെയാണ്? 123 പദമാണോ അല്ലേ എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് എൻ എത്ര? 123. x1 എത്ര? 11. ഇനി നമ്മളെടുത്ത് എന്ത് പദമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ xn - x1/d ചെയ്താൽ മതി. xn 123 - 11 ഭാഗം d എത്ര? 11. 123 11 പോവുകയാണ്. അപ്പോൾ 3 1 പോയാൽ എത്ര? 2. 2 1 പോയാൽ 1. 112 ഭാഗം 11. 112 ഭാഗം 11 ചെയ്യുന്ന സമയത്ത് ഈ 112നെ 11 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ, പൂർണ്ണമായും സാധിക്കുമോ ഇല്ലയോ എന്ന് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. 112നെ നമുക്ക് 11 കൊണ്ട് ഹരിക്കാൻ സാധിക്കത്തില്ല പൂർണ്ണമായും. അതുകൊണ്ട് 123 ഇതിൽ എന്തല്ല? പദം അല്ല. അപ്പോൾ ഇവിടെ നോ. ഓക്കെ. അപ്പോൾ 123 എന്തല്ല? ഈ തന്നിരിക്കുന്നതിൽ ഒരു പദമല്ല. ഏത്? 11, 22, 33 എന്ന ശ്രേണിയിൽ പദമല്ല. ഓക്കെയാണേ. അപ്പോൾ 132 പദമാണോ എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതേ ഇക്വേഷനല്ലേ, അതിൽ ഇപ്പം നമ്മുടെ എക്സ് എൻ ആരാണ്? പുതിയ എക്സ് എൻ 132 അല്ലേ. അപ്പം 132 - x1 ആര്? എപ്പോഴും 11 തന്നെ. അവന് മാറ്റമൊന്നുമില്ല അല്ലേ. ഡിഫറൻസ് എത്ര? 11 തന്നെ. അപ്പം നമ്മൾ 132 - 11 ചെയ്യുമ്പോൾ 121. 121 ഭാഗം 11. അപ്പോൾ 121 ഭാഗം 11 ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കിയാണ്ടാ. 121 ഭാഗം 11 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 11 ആണ്. അപ്പം പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ലേ? പറ്റി. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു പദമാണ്. എത്രാമത്തെ പദം എന്ന് വെച്ചാൽ എത്രാമത്തെ പദം? ഞാൻ പറഞ്ഞു നമുക്ക് ആ കിട്ടുന്ന ഹരണഫലം ഉണ്ടല്ലോ, ആ കിട്ടുന്ന പൂർണ്ണമായും ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഉത്തരം അതിൻ്റെ കൂടെ 1 കൂട്ടാനല്ലേ പറഞ്ഞത്. 11 + 1 12. അപ്പോൾ എത്രാമത്തെ പദം? 12ാമത്തെ പദം. 12ാമത്തെ പദം. ഇനി അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 12, 21, 34 അതിൽ 100 ഒരു പദമാകുമോ? അപ്പോൾ നമുക്കുള്ള ആദ്യത്തെ എക്സ് എൻ ആര്? 100 ഇനി വീണ്ടും എക്സ് എൻ ഒന്നും എഴുതില്ല കേട്ടോ. ആദ്യ പദം ആര്? 12 പൊതുവ്യത്യാസം നോക്കിയാണ്ടാ. 23 - 12. 23 - 12 എത്ര വരും? ഒന്ന് ആലോചിച്ച് ചെയ്യുകയാണ്. 11 അല്ലേ. 12 ഉം 10ഉം 22 1 23. അപ്പോൾ 100 - 12 ചെയ്താൽ എത്ര വരും? 88 വരും. 88 ഭാഗം 11. ആൻസർ എത്ര? 8 വരും അല്ലേ. അപ്പോൾ 100 ഒരു പദമാണോ എന്ന് ചോദിച്ചാൽ 100 ഒരു പദമാണ്. എത്രാമത്തെ പദമാണ്? ആ 8ൻ്റെ കൂടെ 1 കൂട്ടിയാൽ പോരെ? 9ാമത്തെ പദമാണ്. ഇനി 1000 ഒരു പദമാകുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. 1000 ഒരു പദമാകുമോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണം. 1000 ഒരു പദമാകുമോ ഇല്ലെന്ന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഉത്തരം നോ എന്നാണ് ഉത്തരം. അത് നോ ആണോ യെസ് ആണോ എന്ന് ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. ഇനി 21, 32, 43 അടുത്ത ക്വസ്റ്റ്യൻ. 21, 32, 43. അപ്പോൾ 21, 32, 43 എന്താണ്? 100 പദമാകുമെന്ന് വെച്ചാൽ 100 - ആദ്യ പദം ഏത്? 21 ഭാഗം കോമൺ ഡിഫറൻസ് വെച്ചാൽ എത്രയാണ് കോമൺ ഡിഫറൻസ്? അപ്പോൾ 21 10 31 11. ഓക്കെ. അപ്പോൾ ഇവിടെയും കോമൺ ഡിഫറൻസ് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 11. അപ്പോൾ 100 - 21 ചെയ്ത് നോക്ക്. അപ്പോൾ എത്രയെന്ന് കിട്ടും? 79 അല്ലേ. അപ്പോൾ 100 - 21 79 ഭാഗം 11. അപ്പോൾ 79 ഭാഗം 11 നമ്മൾ ചെയ്ത് നോക്കിയാൽ 7 11 77 ആവുന്നുള്ളൂ. സിസ്റ്റം 2 കിടക്കുമല്ലേ. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ പറയുന്ന 100 ഇതിലൊരു പദമാകില്ല. അപ്പോൾ 1000 ഒരു പദമാകുമോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇതേ മെത്തേഡ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഉത്തരം എന്തെന്ന് ചോദിച്ചാൽ 1000 ഒരു പദമാകും. അത് എത്രാമത്തെ പദമാകുമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതുപോലെ എന്താണ് ഈ പറയുന്ന ഇവിടെ മേലത്തെ കേസിൽ 1000 ഒരു പദമാകുമോ അല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് അതും കണ്ടുപിടിച്ചേക്കണം കേട്ടോ. ഈ സെയിം മോഡൽ വേറെ ഒന്നുമില്ല, എല്ലാം ഒരേപോലെയാണ് കേട്ടോ പഠിക്കേണ്ടത്. ഇനി അടുത്തതാണ് ഇത്. ഇവിടെ ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ, ഭിന്നസംഖ്യ രൂപത്തിലാണ് കിടക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്ക്. 1/4, 1/2, 3/4 എക്സെട്ര.
ഈ സമാന്തര ശ്രേണിയിൽ 3 ഒരു പദമാകുമോ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. 3 ഒരു പദമാകുമോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ഇവിടെ ഡി കണ്ടുപിടിക്കണം. ഡി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് 1/2 നിന്ന് 1/4 കുറയ്ക്കണം. അപ്പോൾ 1/2 നിന്ന് 1/4 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ അറിഞ്ഞൂടെ. 1 × 4 4 മൈനസ് 2 × 1 എത്ര 2 ഡിവൈഡ് ബൈ 2 × 4 എത്ര 8. അപ്പോൾ 4 - 2 എന്ന് പറയുന്നത് എത്ര 2 വരും. 2/8. 2-നെയും 8-നെയും കോമൺ ആയിട്ട് ആരെങ്കിലും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്ക്. 2-നെയും 8-നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ആൻസർ എത്ര വരും 1/4 എന്ന് വരും. അപ്പം കോമൺ ഡിഫറൻസ് എത്രയെന്ന് വന്ന് 1/4 എന്ന് വന്നു. ഇത്രയും സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാവുന്ന കാര്യം എക്സ് എൻ, ഇവിടുത്തെ എക്സ് എൻ ആര് 3, അതിൽ നിന്ന് ആരെ കുറയ്ക്കണം, ആദ്യ ടൈം 1/4 കുറയ്ക്കണം. ആ 1/4 കുറച്ചിട്ട് ആ കിട്ടുന്ന ഉത്തരത്തെ 1/4 എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഇതല്ലേ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ഒന്ന് ചെയ്യാം. നമുക്ക് 3 - 1/4 സെപ്പറേറ്റ് എടുത്ത് ചെയ്യുവാണ് കേട്ടോ. ഈ മുകളിലത്തെ മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്യുവാണ്. 3 - 1/4. അപ്പം ഒരു സംഖ്യ അതിന് എപ്പോഴും ഡിനോമിനേറ്റർ 1 ആയിരിക്കും അല്ലേ. ഒരു പൂർണ്ണസംഖ്യയുടെ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റിജറിൻ്റെ ബൈ 1 ആയിരിക്കും. അപ്പോൾ 4 × 3 എത്ര 12 മൈനസ് 1/4. ആൻസർ എത്ര വരുവാ 11/4. അപ്പം മുകളിൽ 11/4 വന്നില്ലേ. ഈ ഹോൾ ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞല്ലേ ഈ കിടക്കുന്നത്. അതാണ്ട് ഞാൻ ഈ പച്ച കളറിട്ട് വരയ്ക്കുന്ന ഇത് ഹോൾ ഡിവൈഡ് ബൈ എന്നല്ലേ കിടക്കുന്നത്. ആ ഹോൾ ഡിവൈഡ് ബൈ എനിക്കിതാ ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ബൈ ചിഹ്നം ഇട്ടിട്ട്. ഇനി അതിനുശേഷം എന്താണ് 1/4. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ, പിന്നീട് ഡൗട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. 1/4 ഇത്രയൊക്കെയാണേ. ഇനി ഈ 11/4 ഈ രണ്ട് ഭിന്നസംഖ്യകളെ തമ്മിൽ ഹരിക്കാൻ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ബൈ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ആക്കണം. 1/4 എന്താണ് തലതിരിച്ചെഴുതുക, 4/1 ആക്കുക. അപ്പോൾ ഇതും വെട്ടിപ്പോകത്തില്ലേ. അപ്പോൾ നമുക്ക് 11/1 എന്ന് കിട്ടത്തില്ലേ. 11/1 11 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ 3 ഇതിലൊരു പദം ആണ്. എത്രാമത്തെ പദം എന്ന് വെച്ചാൽ എത്രാമത്തെ പദം, അതിലൂടെ 1 കൂട്ടിയാൽ പോരെ. എത്രാം 12ാമത്തെ പദം. 12ാമത്തെ പദം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതേ ശ്രേണിയിൽ 4 ഒരു പദമാകോ ഇല്ലയോ എന്നാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആരെ കണ്ടുപിടിച്ചു, ഡി കണ്ടുപിടിച്ചു. ഇതിലെ ഡി എത്രയെന്ന് കിട്ടി നമുക്ക് 1/4 എന്ന് ഓൾറെഡി കിട്ടി. അപ്പോൾ ഇവിടുത്തെ എക്സ് എൻ ആരാണടാ, പുതിയ എക്സ് എൻ 4 അല്ലേ. അപ്പം 4 - 1/4. 4 - 1/4 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്, 4 × 4 16 - 1 ഭാഗം 4 = 15/4 കിട്ടിയേ. അപ്പം ഇതാണ് നമുക്കുള്ള എന്താണ് എക്സ് എൻ - x1. ഇനി ഈ കിട്ടുന്ന ഉത്തരത്തെ എന്ത് ചെയ്യണം, ഡി കൊണ്ട് ഹരിക്കണം. അപ്പം 15/4 ഹോൾ ഡിവൈഡ് ബൈ 1/4. ഇത് ഞാൻ നേരത്തെ എഴുതിയില്ലേ. ആ മെത്തേഡിൽ നമുക്ക് എന്താണ് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി, അതായത് ഒരിക്കലും ഡൗട്ട് ഉണ്ടാവാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി 15/4 ബൈ 1/4 എന്ന് എഴുതാം അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു വീണ്ടും 15/4 ഗുണം 4/1 എന്ന് എഴുതാം. അപ്പോൾ ഇതും വെട്ടിപ്പോയില്ലേ. അപ്പോൾ ഉത്തരം എത്ര കിട്ടി, 15 എന്ന് ഉത്തരം കിട്ടി. അപ്പം പൂർണ്ണമായും എന്ത് ചെയ്യാൻ പറ്റുമോ, ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ് 3 ഈ പറയുന്ന 4 ഇതിലെ പദമാണ്. 4 എത്രാമത്തെ പദം എന്ന് വെച്ചാൽ എത്രാമത്തെ പദം, 1 കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ എത്ര 16ാമത്തെ ടൈമാണ് ഏത് 4 എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ടല്ലോടാ, അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ അതിനെ 3 & 1/2 എന്നാണ് വായിക്കുന്നത്. 3 & 1/2 എന്ന് വന്നാൽ നിങ്ങളെപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ആൻഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്ലസ് എന്ന് ആലോചിച്ചോണം കേട്ടോ. അപ്പം 3 & 1/2 എന്ന് പറഞ്ഞാൽ 3 + 1/2 എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കണക്ക് ചെയ്യുമ്പോഴേക്ക് 3/1, ഇപ്പോൾ എന്താ ക്രോസ് ചെയ്യും 3 × 2 6, 6 + 1 എത്ര 7, 7/2. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പം നമുക്കുള്ള ഇവിടുത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ഓക്കെയാണേ. അത് ഫ്രാക്ഷനാണ്, കുഴപ്പമില്ല. 1 & 1/2, 2 & 1/4 എക്സെട്രാ എന്നല്ലേ തന്നിരിക്കുന്നത്. ഇതിൽ 1 & 1/2-നെയും 2 & 1/4-നെയും നമ്മളങ്ങ് ചേഞ്ച് ചെയ്യണം. 1 & 1/2-നെ നമുക്ക് 1 + 1/2 എന്ന് എഴുതി കൂടെയാടാ. അപ്പോൾ ഇതിനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും, 2. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 + 1 × 1 1. അപ്പം
എത്ര കിട്ടി? 3/2 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തെന്ന് കിട്ടി? ഈ പറയുന്ന ഇതിൻ്റെ ഉത്തരം നമുക്ക് 3/2 എന്ന് കിട്ടി. ഇനി അടുത്ത നമുക്ക് 2 and 1/4 എങ്ങനെ എഴുതാം? 2 + 1/4 എന്ന് എഴുതി കൂടെ? അപ്പോൾ ഇവിടെ ബൈ 1 ക്രോസ് ചെയ്യുമ്പോൾ 4 × 2 8 പ്ലസ് 1 × 1 9 9/4. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തെന്ന് കിട്ടി നമുക്ക്? ഇതിൻ്റെ ഉത്തരം 2 and 1/4 പകരം 9/4 എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് ഈ ശ്രേണീനെ ഇനി എങ്ങനെ മാറ്റി എഴുതാടാ? ഈ ശ്രേണിയെ എനിക്കിതാണ്ട് ഇനി ഇങ്ങനെ എഴുതിക്കൂടെ? 3/4 3/2 9/4 എക്സെട്ര എന്ന് മാറ്റി എഴുതിക്കൂടെ? ഇതെനിക്ക് കണക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനിങ്ങനെ മാറ്റി എഴുതി. ഓക്കെ, ഇനി ഇതിൻ്റെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. പൊതുവ്യത്യാസം 3/2 മൈനസ് 3/4. ഓക്കെ, അപ്പം ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ 4 × 3 12 മൈനസ് 2 × 3 എത്ര? 6 ഭാഗം 2 × 4 8. 12 - 6 ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും നമുക്ക്? 12 - 6 6 വരും. 6/8. ഇനി അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2 ഇട്ട് വെട്ടിക്കഴിഞ്ഞാൽ 3 3/4 എന്ന് ഉത്തരം വരും. ഇനി നോക്ക്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പൊതുവ്യത്യാസം കിട്ടി. അതവിടെ നിൽക്കട്ടെ. നമുക്കുള്ള ഇവിടുത്തെ xn - x1/d അല്ലേ? xn എത്രയാണടാ? നമുക്ക് 3 ആണ് അല്ലേ? അപ്പോൾ 3 - x1 എത്ര? 3/4 ഹോൾ ഡിവൈഡ് ബൈ 3/4 അല്ലേ ചെയ്യേണ്ടത്? ഇവിടെ മുകളിലത്ത് ചെയ്യുമ്പോൾ 4 × 3 12. അപ്പോൾ ഇവിടെ ബൈ 1 അല്ലേ? 4 × 3 12 12 - 3 12 - 3 നമുക്ക് ചെയ്യുമ്പോൾ എത്ര വരും? 9 വരും അല്ലേ? 12 - 3 9/4 ഹോൾ ഡിവൈഡ് ബൈ 3/4 എന്ന് വരും. ഓക്കെ ആണേ? അപ്പം നമുക്ക് എന്ത് കിട്ടി? 9/4 ഹോൾ ഡിവൈഡ് ബൈന് ഞാൻ ഇങ്ങനെ എഴുതി 3/4. ഓക്കെ ആണേ? ഇനി ഇപ്പം നമുക്കറിയാം ചിഹ്നം മാറ്റി എന്ത് ചെയ്താൽ മതി? തലയിഴിച്ചെഴുതിയാൽ മതി. 4/3. അപ്പോൾ ഇതും വെട്ടിപ്പോകത്തില്ലേ? 9/3 ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 3 എന്ന് ഉത്തരം വരത്തില്ലേ? അപ്പം ഈ പറയുന്ന 3 ഇതിലൊരു പദം ആണ്. അപ്പോൾ എത്രാമത്തെ പദം എന്ന് വെച്ചാൽ 3ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? 1 കൂട്ടിയാൽ മതി. എത്രാമത്തെ പദം? 4ാമത്തെ പദമാണ്. സിമ്പിളായിട്ട് ഉത്തരം കിട്ടത്തില്ലേ? അടുത്ത ചോദ്യം ചെയ്തില്ല.